എല്ലാ കൂട്ടുകാർക്കും മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി സാദമാണ്. പാചകത്തിനായി കിച്ചണിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുവാൻ താല്പര്യമില്ലാത്തവർക്ക് ഉണ്ടാക്കുവാൻ പറ്റിയൊരു വിഭവമാണ് തക്കാളി സാദം. 2-3 തക്കാളി, കുറച്ച് സ്പൈസ് പൗഡറും ഉണ്ടെങ്കിൽ തക്കാളി സാദം ഉണ്ടാക്കാം. ലഞ്ചിനോ ഡിന്നറിനോ തക്കാളി സാദം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? വീഡിയോ കണ്ടു നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ടൊമാറ്റോ സാദത്തിന് 1.5 കപ്പ് അരി എടുത്തു. ഇത് നന്നായി കഴുകിയെടുക്കണം. 5 ടൊമാറ്റോസ് എടുത്തു. മീഡിയം സൈസ് ടൊമാറ്റോസ് ആണ്. ജ്യൂസി ടൊമാറ്റോസ് എടുക്കുവാൻ ശ്രദ്ധിക്കുക. 2 സവാള കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എരിവിഷ്ടമാണെങ്കിൽ പച്ചമുളക് എടുക്കാം, 1 പച്ചമുളക്, പിന്നെ വേണമെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പുതിനയിലയും ചേർക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇവയൊക്കെ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം സിനമൺ, 5 ക്ലൗസ്, ബ്ലാക്ക് കാർഡമം, ഓൾ സ്പൈസസ് ലീഫ്, കൂടാതെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. റൈസ് കുക്ക് ചെയ്യുവാനായി 2.5 ഗ്ലാസ് വെള്ളം. ഇത്രയും എടുക്കുക. 3 പ്രാവശ്യം നന്നായി കഴുകി സ്റ്റാർച്ച് കളഞ്ഞെടുത്ത അരിയാണ്. ടൊമാറ്റോ റൈസ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുക്കറിൽ തന്നെ ലോ ഫ്ലെയിമിൽ മസാലകളൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളകും ചേർക്കുക. മുളക് കീറിയിടുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം മാറുമ്പോൾ ഹോൾ മസാലകൾ ഇട്ട് കൊടുക്കാം. ഈ ഇലയും ചേർക്കാം. മസാല ഇട്ട് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. നല്ല ജ്യൂസുള്ള ടൊമാറ്റോസ് ആയതുകൊണ്ട് വെജിറ്റബിൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തപ്പോൾ ടൊമാറ്റോ പ്യൂരി ആയി കിട്ടി. ടൊമാറ്റോ പ്യൂരി 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർക്കുക. ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഒക്കെ ചേർത്തതുകൊണ്ട് ഇനി ഗരം മസാല പൗഡർ ചേർക്കണമെന്നില്ല. ഏതൊക്കെ മസാല പൗഡർ ചേർക്കണമെന്നുള്ളത് ഇഷ്ടാനുസരണം ചേർക്കുക. ടൊമാറ്റോ നന്നായി ഗ്രേവി ആയിട്ടുണ്ട്. എല്ലാ മസാലകളും യോജിച്ചു കഴിഞ്ഞു. ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല നീളമുള്ള ബസുമതി റൈസ് കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ്. ചേർക്കാം. മസാല പിടിക്കുവാനായി റൈസ് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുത്തി ഇളക്കിയാൽ റൈസ് പൊടിഞ്ഞു പോകും, അതുകൊണ്ട് പതുക്കെ ഇളക്കുക. ഉപ്പ് ചേർക്കാം. ഏറ്റവും അവസാനമാണ് ഉപ്പ് ചേർത്തത്. ഫ്ലേവറിന് വേണ്ടി അല്പം പുതിനയില ചേർക്കാം. പുതിനയിലയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല. വളരെ കുറച്ച് ചേർത്തുള്ളൂ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല ഇവിടെ. വെള്ളം ഒഴിക്കാം. 1.5 കപ്പ് അരിക്ക് കുക്കറിലായതുകൊണ്ടാണ് 2.5 കപ്പ് വെള്ളം എടുക്കുന്നത്. റൈസ് കുക്ക് ചെയ്യുവാൻ കുക്കറില്ലാതെ വേറെ ഏതെങ്കിലും കുക്കിംഗ് വെസലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിക്കണം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. പ്രഷർ പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കുക. ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടില്ല. റൈസ് അധികം ഉടയ്ക്കാതെ ഒരു റൈസ് ബൗളിലേക്ക് മാറ്റാം. കേർഡ് റൈസ് കഴിക്കുവാൻ കറികളൊന്നും വേണമെന്നില്ല, അങ്ങനെ കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും വേണമെന്നുള്ളവർ അച്ചാറോ റൈത്ത അഥവാ സാലഡോ കൂട്ടി കഴിക്കാവുന്നതാണ്. കറിവേപ്പിലയോ മല്ലിയിലയോ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കുവാൻ പറ്റുന്ന ഈ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.